പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ കൊറോണ കാലത്തും നമ്മൾ ഓൺലൈൻ വഴി നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഓൺലൈൻ വഴി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം നിങ്ങളുടെ സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ സമയം അതേപോലെ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ നിങ്ങൾ അതേ ഇമ്പോർട്ടൻസിലൂടെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 2 പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ മോളിക്കുലാരിറ്റി, ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്താണ് എന്നാണ്. വാട്ട് ഈസ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ? കൺസിഡർ എ റിയാക്ഷൻ R gives P. Consider a reaction R gives P. So here rate R is equal to, നമുക്കറിയാം നമ്മൾ by rate law we can write rate is equal to K into, consider it is a first order reaction, so it is equal to K into R. So the rate equation is rate is equal to K into concentration of R ആണ്. കൺസിഡർ ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം വാട്ട് ഈസ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് മൈനസ് ഡി ആർ ബൈ ഡി ടി. സോ വി എക്സ്പ്രസ് റേറ്റ് ആസ് ഡി ആർ ബൈ ഡി ടി. So rate is equal to minus dr by dt ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So equating this in, so substitute 1 in equation number 2. ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഡി ആർ ബൈ ഡി ടി as equal to minus dr by dt as equal to K into concentration of R എന്ന് കിട്ടി. So minus dr by dt is equal to K into concentration of R എന്ന് കിട്ടി. And this form is called differential rate expression. അപ്പോൾ നോക്കൂ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു, R gives P എന്നുള്ളത്. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ആസ് R is equal to K into concentration of R എന്നെഴുതി. ഇനി നമുക്കറിയാം വാട്ട് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഡി ആർ ബൈ ഡി ടി. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇനി so we can write this equation as minus dr by dt is equal to K into R. നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ്, ഈ ഫോമിനെയാണ് ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ. ഈ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ റിയാക്ഷനെ പറ്റി നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ ആ റിയാക്ഷനെ പറ്റിയൊരു ഓവറോൾ ഇൻഫർമേഷൻ നമുക്ക് ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷനിൽ കിട്ടില്ല. അപ്പോൾ ആ റിയാക്ഷൻ തുടങ്ങിയത് മുതൽ ആ റിയാക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ആ റിയാക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള ഒരു റിയാക്ഷൻ്റെ പ്രോഗ്രസ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്. ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ പറ്റി പറയുമ്പോൾ ഓരോ ഓർഡർ റിയാക്ഷൻസിനും ഓരോ പെർട്ടിക്കുലർ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. 0 ഓർഡറിനുണ്ട്, ഫസ്റ്റ് ഓർഡറിന് വേറെ ഇക്വേഷനാണ്, സെക്കൻഡ് ഓർഡറിന് വേറെ ഇക്വേഷൻസ് ആണ്. അപ്പം നമുക്കിവിടെ 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്.
സോ ഫസ്റ്റ് വൺ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്ന് മനസ്സിലാക്കണം. സോ കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ ദാറ്റ് ഈസ് R gives P എന്ന് കൺസിഡർ ചെയ്യും. ഇനി ആ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ദാറ്റ് ഈസ് R നോട്ട് എന്ന് കൺസിഡർ ചെയ്യും. ആ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ R നോട്ട് ആണ് എന്ന് കൺസിഡർ ചെയ്യും. സോ ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ആസ് K into concentration of R raised to 0 because it is a zero order reaction ആണ്. So we can write it as R is equal to നമ്മൾ എഴുതുന്നു K എന്ന് എഴുതുന്നു R is equal to K എന്നെഴുതി because it is a zero order reaction. നമ്മൾ ഇതിനെ അതിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ ആക്കി മാറ്റുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് dr by dt is equal to നമുക്ക് എഴുതാം മൈനസ് dr by dt is equal to K എന്നെഴുതി. സോ ഫസ്റ്റ് നമ്മൾ റേറ്റ് ലോ എഴുതി, അതിനുശേഷം അതിനെ ഡിഫറൻഷ്യൽ റേറ്റ് ഫോമിലേക്ക് മാറ്റി മൈനസ് dr by dt is equal to K എന്നെഴുതി. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. സോ വി ക്യാൻ റീഅറേഞ്ച്, നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് dr is equal to മൈനസ് K ഇൻറ്റു ഡി ടി എന്നെഴുതി. സോ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി dr is equal to മൈനസ് K ഇൻറ്റു ഡി ടി. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പ് റേറ്റ് എക്സ്പ്രഷൻ എഴുതി, റേറ്റ് ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ ആക്കി മാറ്റി. അടുത്ത സ്റ്റെപ്പിൽ റീഅറേഞ്ച് ചെയ്തു, നെഗറ്റീവ് സൈനെ ഇവിടേക്ക് കൊണ്ടുവന്നു. സോ dr is equal to മൈനസ് K ഇൻറ്റു ഡി ടി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ദ റിയാക്ഷൻ, ഇൻ്റഗ്രേറ്റിംഗ് ദ സ്റ്റെപ്പ്. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓഫ് dr is equal to മൈനസ് K ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി ടി എന്നെഴുതി. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്താണ്? സോ യു നോ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് എന്നാണ്. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ആർ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റി ഇൻ്റഗ്രൽ ഓഫ് ഡി ആർ ഇസ് ഈക്വൽ ടു ആർ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം മൈനസ് കെ ടി പ്ലസ് സി എന്നെഴുതാം. സോ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എന്നെഴുതി. സോ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എന്നെഴുതി. അടുത്തതായിട്ട് നമുക്ക് ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോളൂ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പുട്ട് ടി ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ ടിക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവൻ ടി ഇസ് ഈക്വൽ ടു 0 കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സോ ഇവിടെ ടിക്ക് പകരം 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമുക്ക് കിട്ടും ആർ നോട്ട് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. നമുക്ക് കിട്ടി സിയുടെ വാല്യൂ ആർ നോട്ട് ആണെന്ന് മനസ്സിലായി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് സി ഇൻ ഇക്വേഷൻ നമ്പർ 1 ദ ഇക്വേഷൻ ബിക്കംസ്, നോക്കൂ, ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0 എന്നായിട്ട് മാറി. മൈനസ് കെ ടി പ്ലസ് R0 എന്നായിട്ട് മാറി. സോ y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. സോ R ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0 ആൻഡ് റീഅറേഞ്ച് ദ ഇക്വേഷൻ ആൻഡ് ഇറ്റ് ഇസ് ബിക്കം K is equal to, നമ്മൾ കെയുടെ ഫോമിലേക്ക് മാറ്റുകയാണ്, കെയുടെ ടേംസിലേക്ക് മാറ്റുകയാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു K is equal to R0 മൈനസ് R ഡിവൈഡഡ് ബൈ T എന്ന് കിട്ടും. സോ K is equal to initial concentration minus concentration after t second divided by time taken. So K is equal to initial concentration minus concentration after t second divided by time taken, and this is known as
integrated rate expression for first zero order reaction. So this is known as integrated rate equation for zero order reaction. Here K is the rate constant, R0 is the initial concentration of reactant, R is the concentration after t second and T is the time taken. So ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ R എന്ന് പറഞ്ഞാൽ ടി സെക്കൻഡിന് ശേഷം റിമൈനിങ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ടി സമയത്തിന് ശേഷം ആ റിമൈനിങ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ ആർ എന്നെടുക്കുന്നത്. നോക്കൂ, തുടക്കത്തിൽ സപ്പോസ് ഇറ്റ് ഇസ് 10 moles per liter ഉണ്ടെന്ന് വിചാരിക്കും. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 8 moles per liter 8 moles per liter റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ആർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 moles per liter റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് സൊല്യൂഷനിൽ എത്ര ബാക്കിയുണ്ട്? 2 moles per liter. അതാണ് ആർ എന്ന് പറഞ്ഞാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ സ്റ്റെപ്പ് ഓർമ്മിക്കാം. Consider a zero order reaction. R gives P. കണ്ടീഷൻ ഉണ്ട്, ടി 0 seconds ആവുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ് എന്ന് കൺസിഡർ ചെയ്യൂ. നിങ്ങൾ ഓരോ സ്റ്റെപ്പും കൃത്യമായി മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതണം. സ്റ്റെപ്പ് 1 റൈറ്റ് റേറ്റ് എക്സ്പ്രഷൻ. നമ്പർ 2 ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിനെ റീ അറേഞ്ച് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആറാമത്തെ സ്റ്റെപ്പിൽ കെയുടെ ഫോമിലേക്ക് അതിനെ മാറ്റണം. ഇങ്ങനെ 6 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് എത്തുന്നത്. സോ ദി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ കെ ഇസ് ഈക്വൽ ടു R0 മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഒന്നുകൂടി സ്റ്റെപ്സ് ഞാൻ പറയാം. ഫസ്റ്റ് യു റൈറ്റ് ദ റേറ്റ് ലോ. അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ ആക്കി എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കെയുടെ ഫോമിലേക്ക് അതിനെ മാറ്റുന്നു. ഈ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടു. കെ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടി സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് മനസ്സിലായി. നമ്മൾ ഇതിൻ്റെ അനദർ ഫോം, സീറോ ഓർഡർ റിയാക്ഷൻ്റെ വേറെ ഫോമുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അനദർ ഫോംസ് എന്ന് ഹെഡിങ് എഴുതാം. കൺസിഡർ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റേഴ്സ് A moles per liter. Consider the initial concentration of reactant as A moles per liter ആണെന്ന് വിചാരിക്കും. And X moles per liter reacted within time T. അതിൽ X moles per liter react ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും R എന്തായിരിക്കും? സോ വി ക്യാൻ റൈറ്റ് R is equal to, നമുക്ക് എഴുതാം A minus X എന്നെഴുതാം. കണ്ടീഷൻസ് എഴുതണം. കൺസിഡർ the initial concentration of the reactant is A moles per liter. In this X moles per liter reacted within time T. അങ്ങനെ വന്നാൽ R is equal to A minus X ആണ്. അപ്പോൾ എന്തായിരിക്കും റേറ്റ് എക്സ്പ്രഷൻ വരിക? നോക്കൂ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R0ക്ക് പകരം A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് A മൈനസ് X എന്നെഴുതി, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ വി ഗെറ്റ്, നമുക്ക് കിട്ടും X by T. So K is equal to X by T എന്നുള്ളത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ വേറൊരു ഫോമാണ്, അനദർ ഫോമാണ്. സോ K is equal to X by T എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. സോ അനദർ ഫോം ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷനേഴ്സ് K is equal to X by T എന്ന് ഓർമ്മിക്കും. ഇനി എന്തൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഇമ്പോർട്ടൻസ് ഓഫ്
zero integrated rate expressions. So next we have to discuss the importance of integrated rate expression. Importance of integrated rate expression. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് ടു കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ്. നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് കെ. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ട് മെത്തേഡ്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. കാൽക്കുലേഷൻ മെത്തേഡ് സിമ്പിളാണ്. നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിയാം, കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടി സെക്കൻഡ് അറിയാം, ടൈമും അറിയാമെങ്കിൽ കാൽക്കുലേഷൻ മെത്തേഡ് കൂടെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെ എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ താഴെ എഴുതുക ഗ്രാഫിക്കൽ മെത്തേഡ്. സോ ടു കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ നേരത്തെ ഇക്വേഷൻ പ്രൂവ് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ആർ സീറോ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ആർ സീറോ. ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം ഇൻ്റർസെപ്റ്റ് ആർ സീറോ ആണ്, സ്ലോപ്പ് മൈനസ് കെ ആണ്, മൈനസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. സ്ലോപ്പ് നെഗറ്റീവ് ആണ് എങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയാം, ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഗ്രാഫായിരിക്കും. ഇവിടെ വൈ എഗെയിൻസ്റ്റ് എക്സ് ആണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്, ടി എന്ന് പറഞ്ഞാൽ വാരിയബിൾ ആയിട്ടുള്ള ടൈമാണ്. സോ വൈ എഗെയിൻസ്റ്റ് എക്സ് ഗ്രാഫ് വരയ്ക്കുന്നു. സോ നമ്മൾ വൈ ആക്സിസിൽ ആർ എന്ന് വരച്ചു, എക്സ് ആക്സിസിൽ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്തു. വൈ ആക്സിസിൽ നമ്മൾ ആർ കൊടുത്തു, എക്സ് ആക്സിസിൽ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുന്നൊരു ഇൻ്റർസെപ്റ്റ് ആർ സീറോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇൻ്റർസെപ്റ്റ് ഗ്രാഫ് നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. സോ സ്ലോപ്പ് കെ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം മൈനസ് സ്ലോപ്പാണ്. കെ ഇസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്കൊരു റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് എങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാവാം. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഓർഡർ റിയാക്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ, ഇറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. സോ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി. എന്താ ഇമ്പോർട്ടൻസ്? ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഇതാണ്, ടു കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാരക്ടേഴ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ആ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ആർ സീറോ ആണ്. നമ്മൾക്കറിയാം വൈ അഗെയിൻസ്റ്റ് എക്സ് ആണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. സോ ആർ അഗെയിൻസ്റ്റ് ടി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇൻ്റർസെപ്റ്റ് ഇവിടെ ആർ നോട്ടാണ്. ഗ്രാഫ് നമുക്ക് ഷേപ്പ് ഇങ്ങനെ കിട്ടി. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫാണ് എന്ന് മനസ്സിലാവണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ടി ഹാഫ്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹാഫ് ലൈഫ് പീരീഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടി ഹാഫ് എന്നാണ്. എന്താണ് ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? ആ പേരൊന്നും നമുക്കറിയാം, ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം taken to complete half of the reaction. ഒരു റിയാക്ഷൻ പകുതിയാവുന്നതിന് എടുക്കുന്ന സമയമാണ് എന്ത് പറഞ്ഞത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഒരു റിയാക്ഷൻ നടന്ന് അത് പകുതിയാവാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറയുന്നത്, ടി ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്
ടി ഹാഫ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. നോക്കൂ, കെ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ. പറയൂ എന്താ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ? സോ ഇറ്റ് ഇസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഓക്കെ, എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ ആദ്യം വരും, പിന്നെ ലോവർ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തന്നിട്ടുണ്ട് ടി എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ആണ്. പകുതി സമയം ആവുമ്പോൾ എന്തായിരിക്കും കോൺസെൻട്രേഷൻ എന്തായിട്ടായിരിക്കും ഉണ്ടാവുന്നത്? അതിൻ്റെ കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയായിട്ടാവും ഉണ്ടാവുക. സോ ടി ഇസ് ഈക്വൽ ടു ടി ഹാഫ് ആവുമ്പോൾ R ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാൻ പറ്റുക? R ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാവും എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു പകുതി സമയമാവുമ്പോൾ അവിടെ ഈ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയായിട്ടാണ് ഉണ്ടാവുന്നത്. സോ R ഇസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2. നമ്മൾ ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ K ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം K ഇസ് ഈക്വൽ ടു R0 മൈനസ് നമ്മൾ R0 ബൈ 2 നമ്മൾ എഴുതി R0 ബൈ 2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്നെഴുതി. ഓർ നമുക്ക് എഴുതാം ടി ഹാഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ഡിവൈഡഡ് ബൈ 2K എന്ന് കിട്ടും. ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2K എന്ന് കിട്ടുന്നുണ്ട്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എപ്പോഴും ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ശ്രദ്ധിക്കണം, ഇനി നമ്മൾ ഹാഫ് ലൈഫ് പീരിയഡ് എപ്പോഴും ഒരു റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ടാണ് ബന്ധം റിലേഷൻ കാണിക്കുന്നത്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2K. ഇവിടുന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. അടുത്തത് വാട്ട് ഈസ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, ഡെഫിനിഷൻ കൊടുക്കാൻ പറയും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇങ്ങനെ ചോദിക്കും, the half-life period of a chemical reaction is directly proportional to the initial concentration of reactant. Which is the order of reaction? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2K ആണെന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഹാഫ് ലൈഫിനെ പറ്റി ഇത്രയാണ് പറയാൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഒരു റിയാക്ഷൻ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ആ റിയാക്ഷനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സീറോ ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ പഠിച്ചു, അത് പ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലായി. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ടു കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ടു കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ്, ടി ഹാഫ്. ടി ഹാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ പകുതിയാകുന്ന എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് പീരിയഡ്. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2K ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നോക്കൂ, റേറ്റ് ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ പല സ്റ്റെപ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്ത്, ഒന്ന് നമ്മൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതി. രണ്ടാമത്തത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആക്കി മാറ്റി. മൂന്നാമത്തത് അതിനെ റീ അറേഞ്ച് ചെയ്തു. നാലാമത്തത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അഞ്ചാമത്തത് വാല്യൂ ഓഫ് C കണ്ടുപിടിച്ചു. ലാസ്റ്റ് സ്റ്റെപ്പ് Kയുടെ ടേംസിലേക്കാക്കി മാറ്റി. ഈ സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കണം. റേറ്റ് ഇക്വേഷൻ എഴുതി, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതി, റീ അറേഞ്ച് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം, വാല്യൂ ഓഫ് C കണ്ടുപിടിക്കണം, പിന്നെ Kയുടെ ഫോമിലേക്ക് ആക്കണം. ഇത് ഓർമ്മയുണ്ടാവണം. ഇനി കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. R gives P, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. വെൻ ടൈം T is equal to 0, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് എന്ന് വിചാരിക്കും. കോൺസെൻട്രേഷൻ R0 ആണെന്ന് വിചാരിക്കും.
നിങ്ങൾ ചെയ്ത് നോക്കും, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ തന്നെ പ്രൂവ് ചെയ്ത് നോക്കും. ഈ സ്റ്റെപ്പിലൂടെ മനസ്സ് പോയാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതിയത്? നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതി. ബൈ റേറ്റ് ലോ റേറ്റ് ഇക്വേഷനേഴ്സ് R is equal to നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, ഓർമ്മയുണ്ടാകണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്, K into R എന്ന് എഴുതിയിട്ടുണ്ടാവും. എഴുതിയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷനാക്കി മാറ്റി. അപ്പോൾ നമുക്ക് എഴുതാം -dr/dt is equal to നമ്മൾ എഴുതി K into R എന്നെഴുതി. ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷനാക്കി എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതെ, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഈ ആറിൻ്റെ ടേംസ് ഒക്കെ ഒന്നിച്ചാക്കി മാറ്റി. സോ dr/r is equal to നമുക്ക് എഴുതാൻ പറ്റി -k into dt. മൈനസ് എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി, അപ്പോഴാണ് കാൽക്കുലേഷൻ ഒന്ന് സിമ്പിൾ ആവുക. സോ dr/r is equal to -k into dt. അപ്പോൾ റീഅറേഞ്ച് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഓഫ് dr/r is equal to -k into ഇൻ്റഗ്രൽ ഓഫ് dt. k കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ ഇല്ല. സോ -k into ഇൻ്റഗ്രൽ ഓഫ് dt. നിങ്ങൾക്ക് അറിയുണ്ടാവും ഇൻ്റഗ്രൽ ഓഫ് 1/x dx is equal to എന്താണ്? ln x എന്ന് നിങ്ങൾക്ക് അറിയാം. ഇൻ്റഗ്രൽ ഓഫ് 1/x dx is equal to ln x ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓഫ് 1/r dr എന്തായിരിക്കും? അതുപോലെ ചിന്തിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഇസ് ഈക്വൽ ടു ln r ഈക്വൽ ടു -kt പ്ലസ് സി എന്ന് കിട്ടി. ln r is equal to -kt പ്ലസ് സി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് വാല്യൂ ഓഫ് സി എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സിയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ln r0 is equal to ln r0 is equal to c എന്ന് കിട്ടി. നമുക്ക് ln r0 is equal to c എന്ന് കിട്ടി. ഈ വാല്യൂ, സിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും ln r is equal to we get ln r is equal to -kt plus ln r0. ഇതും ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. ln r is equal to -kt പ്ലസ് ln r0 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനെ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് കെയുടെ ടേംസിലേക്ക് മാറ്റണം. സോ നമ്മൾ ഈ ഇക്വേഷനെ കെയുടെ ടേംസിലേക്ക് മാറ്റുന്നു. k is equal to നമുക്ക് കിട്ടും 1/t into ln കോൺസെൻട്രേഷൻ ഓഫ് r0 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് കിട്ടും. കെയുടെ ടേംസിലേക്ക് മാറ്റി. ഇനി നമ്മളിതിനെ lnനെ ലോഗരിതമാക്കി മാറ്റുന്നു. സോ അതിനെന്താ ചെയ്യുക? അതെ, 2.303 കൊണ്ട് നിങ്ങൾക്ക് അറിയാം, 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2.303 ഡിവൈഡഡ് ബൈ t ഇൻറ്റു ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ആഫ്റ്റർ t സെക്കൻഡ് ആയിട്ട് മാറി. സോ ദിസ് ഇസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ്. k is equal to 2.303 divided by t into log of initial concentration divided by concentration after t second. K is the rate constant for first order reaction. T is the time. R0 is the initial concentration. R is the concentration after t second. T സെക്കൻഡുകൾക്ക് ശേഷം ആ റിമൈനിങ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ R ആയിട്ട് എഴുതുന്നത്. ആൻഡ് ദിസ് എക്സ്പ്രഷൻ ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. K is equal to 2.303 by t into log of initial concentration divided by concentration after t seconds. നോക്കൂ, ഒന്നുകൂടി സ്റ്റെപ്പ് മനസ്സിൽ വെച്ചോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതി ആലോചിച്ച് നോക്കൂ. റേറ്റ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ, റീഅറേഞ്ച്മെൻറ്റ്, ഇൻ്റഗ്രേഷൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി, ദെൻ
കെയുടെ ഫോമിൽ എഴുതുക. അങ്ങനെ 6 സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ മനസ്സ് പോവണം. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോയും ഫസ്റ്റും ഇതേ സ്റ്റെപ്പിലൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, പ്രൂവ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ നന്നായിട്ട് എഴുതണം. ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ താഴെ അതിൽ ഓരോ ടേംസും എന്താണ് എന്ന് കൃത്യമായി താഴെ എഴുതിയിരിക്കണം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനദർ ഫോംസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ വേറെ ഫോംസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫോം നമ്മൾ നേരത്തെ സീറോ ഓർഡർ റിയാക്ഷനെ പറഞ്ഞ പോലെ തന്നെയാണ്. കൺസിഡർ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് A moles per liter, X moles per liter reactor within time T. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ആസ് A moles per liter. ഇതിൽ T സെക്കൻഡുകൾ കൊണ്ട് X moles per liter റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും R എന്ന് പറഞ്ഞാൽ R is equal to നമുക്ക് എഴുതാം A minus X എന്നുള്ളതാണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് K is equal to നമുക്ക് എഴുതാൻ പറ്റും 2.303 divided by T into log of A by A minus X. So this is the another form of integrated rate expression. K is equal to 2.303 by T into log of A by A minus X. ഒന്നാമത്തെ ഫോം. ഇനി രണ്ടാമത്തെ ഫോം ഇതാണ്. Consider a reaction which is in first order. So at T1 time the concentration B, let the concentration be R1 ആണ് എന്ന് വിചാരിക്കും. T2 ടൈമിൽ അതേ റിയാക്ഷൻ തന്നെ സമയം T2 ടൈമിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ലെറ്റ് ഇറ്റ് ബി R2. രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒരേ റിയാക്ഷൻ തന്നെയാണ്. ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തപ്പോൾ T1 ടൈമിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ R1 ആയിരുന്നു, T2 ടൈമിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ R2 ആണ്. സോ വി ക്യാൻ റൈറ്റ്, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ln R1 is equal to minus KT plus ln R0. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ln R0 ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കൂ. KT1 ടൈമിലാണ്. അതുപോലെ ln R2 is equal to നമുക്ക് എഴുതാൻ പറ്റും minus KT2 plus ln R0 ഇക്വേഷൻ നമ്പർ 2 എന്നും കൺസിഡർ ചെയ്യും. നമുക്കറിയാം. അപ്പോൾ ln R1 is equal to minus KT1 plus ln R0 ഒരേ റിയാക്ഷൻ തന്നെയാണ്. അതിൻ്റെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എടുത്തു. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ രണ്ടിലും ഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്തു? 1 minus 2 ചെയ്തിട്ടുണ്ട്. 1 minus 2 ചെയ്തപ്പോൾ ln R1 minus ln R2, നമുക്കറിയാം ln A minus ln B is equal to ln A by B ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ ln R1 divided by R2 എന്നെഴുതി. ln R1 divided by R2 is equal to നമുക്ക് എഴുതാൻ പറ്റും K into T2 minus T1 എന്ന് എഴുതാം. So ln R1 by R2 is equal to K into T2 minus T1 എന്ന് എഴുതാം. Or we can write K is equal to നമുക്ക് എഴുതാം 1 by T2 minus T1 into ln R1 divided by R2. ln R1 divided by R2. So K is equal to T2 minus T1 into ln R1 divided by R2 എന്ന് എഴുതാം. This is another form of integrated rate expression. So രണ്ട് ഫോം നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് K is equal to 2.303 by T into log of
a/a - x എന്ന ഫോമും രണ്ടാമത്തത് k = 1/T2 - T1 × ln കോൺസെൻട്രേഷൻ ഓഫ് R1 / കോൺസെൻട്രേഷൻ ഓഫ് R2. നോക്കൂ, ഇവിടെ ഒരേ റിയാക്ഷന് തന്നെ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ ഫോമാണ് എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. മൂന്നാമത്തതാണ് എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ. നോക്കൂ, അത് പഠിക്കാൻ വേണ്ടി നമുക്കറിയാം വി ഹാവ് ആൻ ഇക്വേഷൻ. നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ln r = -kt + ln r0. നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. നമുക്ക് കിട്ടി ln r/r0. നമ്മൾ ln r0നെ ഇവിടേക്ക് കൊണ്ടുവന്നു. സോ ln r/r0 = നമുക്ക് കിട്ടിയിട്ടുണ്ട് -kt. സിമ്പിൾ. നമ്മളിതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, e⁻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും e⁻ln x എന്ന് പറഞ്ഞാൽ x ആണ് എന്ന് മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു e⁻ln r/r0 = e⁻kt. രണ്ട് ഭാഗത്തും e⁻ ഫോമിലേക്ക് നമ്മൾ മാറ്റി. സോ e⁻ln r/r0 = e⁻kt ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ e⁻ln x എന്താണ്? x ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റി r/r0 നമ്മൾ എഴുതിയിട്ടുണ്ട് e⁻kt എന്ന് എഴുതിയിട്ടുണ്ട്. So we can rearrange it and we can write r = r0 e⁻kt. So this is the another form of integrated rate equation. R = initial concentration into e⁻kt. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോമാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ എക്സ്പൊണൻഷ്യൽ ഫോം ഏതാ ചോദിച്ചിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. r = r0 e⁻kt തരും, r0 = r e⁻kt എന്നൊക്കെ തരും. കൃത്യമായി പഠിക്കണം. r = r0 e⁻kt. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. നമുക്ക് അടുത്തതായി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ പഠിക്കണം. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നേരത്തെ പഠിച്ചപ്പോൾ തന്നെ സീറോ ഓർഡർ റിയാക്ഷനെ പഠിച്ച പോലെ തന്നെ ദ ഇമ്പോർട്ടൻസ് ടു കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ മെത്തേഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിലും നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്, ln r = -kt + ln r0. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിന് y = mx + c ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കുക? നോക്ക്, y against x അല്ലേ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ y എന്താണ്? ln r against വാരിയബിൾ ഏതാണ്? ടൈമാണ്. സോ ln r against ടൈം ഗ്രാഫ് വരച്ചു. നിങ്ങൾ എങ്ങനെയാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുക? ഇവിടെ സ്ലോപ്പ് -ലാണ് കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും മൈനസിലാണ് എങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. കൂടാതെ ഇവിടെ ഇൻ്റർസെപ്റ്റ് ln r0 ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. സോ ഇവിടെ y ആക്സിസിൽ നമ്മൾ ln r വരയ്ക്കുന്നു. നമ്മൾ y ആക്സിസിൽ ln r വരച്ചു, x ആക്സിസിൽ അടുത്ത വാരിയബിളായ t വരച്ചു. നോക്കൂ, സ്ലോപ്പ് മൈനസിലാണ് കിടക്കുന്നത്, -k ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ ഇൻ്റർസെപ്റ്റ് ln r0 ആണ് വരുന്നത്. സോ ദിസ് ഈസ് ദ ഇൻ്റർസെപ്റ്റ് ln r0. സോ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. സോ സ്ലോപ്പ് = നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സ്ലോപ്പ് -k or k - സ്ലോപ്പ് എന്നെഴുതാം. സോ ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്
കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ആയാലും മതി. നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, കെ ഈസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് R0 ഡിവൈഡഡ് ബൈ R എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് y ഈസ് ഈക്വൽ ടു mxൻ്റെ ഫോമിലേക്ക് മാറ്റി. y ഈസ് ഈക്വൽ ടു mx ആക്കി മാറ്റിയിട്ടുണ്ട്. സി ഇല്ല, mx പ്ലസ് സി ഇല്ല, y ഈസ് ഈക്വൽ ടു mx ആണ്. അപ്പോൾ ഇതിൽ വാരിയബിൾ ഏതൊക്കെയാണ് നോക്കൂ. y എന്ന് പറഞ്ഞാൽ ലോഗ് R0 ഡിവൈഡഡ് ബൈ R ആണ്. x എന്ന് പറഞ്ഞാൽ t ആണ്. സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കൂ. ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് ഗ്രാഫ് വരച്ചു നോക്കൂ. വരച്ചു നോക്കിയോ? എന്താ കിട്ടിയ ഗ്രാഫിൻ്റെ ഷേപ്പ്? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ y ആക്സിസിൽ നമ്മൾ ലോഗ് R0 ഡിവൈഡഡ് ബൈ R വരച്ചിട്ടുണ്ട്. ഇവിടെ x ആക്സിസിൽ ടൈം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവാണ്, ഇൻ്റർസെപ്റ്റ് ഇല്ല, അപ്പോൾ ഒറിജിനാണ് തുടങ്ങുന്നത്. സോ ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. സോ സ്ലോപ്പ് വി ക്യാൻ റൈറ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു k by 2.303. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് k ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു സ്ലോപ്പ് ചെയ്താൽ മതി. സോ അങ്ങനെ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ചാൽ മതി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ റിയാക്ഷൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഉണ്ടായാൽ മതി, അല്ലേ? നമ്മൾ ഡെൽറ്റ ജി പോലെ തന്നെ ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ എന്ന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് റേറ്റ് കോൺസ്റ്റൻ്റ് ഓഫ് റിയാക്ഷൻ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഗ്രാഫും നോക്കണം. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റും, പ്രൂവ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അടുത്ത ചോദിക്കും, ഗ്രാഫ് തരും, ഐഡൻറ്റിഫൈ ദ ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ലോഗ് R0 ഡിവൈഡ് ബൈ R അഗെയിൻസ്റ്റ് ടി ആണ്. അതുപോലെ ഇവിടെ ln R അഗെയിൻസ്റ്റ് ടി ആണ്. R അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ, ln R അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതുകൊണ്ട് ഗ്രാഫ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഏത് അഗെയിൻസ്റ്റ് ഏതാണ് എന്ന് കൃത്യമായിട്ട് നോക്കണം. സ്ലോപ്പ് -k ആണ്. നന്നായിട്ട് ഗ്രാഫ് ഒബ്സർവ് ചെയ്യുക. ln R അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ, R അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ അത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ ഓർഡറിനെ പോലെ തന്നെ ടു കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എഴുതിയില്ലേ? സോ കിട്ടിയിട്ടുണ്ടായിരിക്കും k ഈസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് എഴുതി. ഇനി ആലോചിക്കൂ, ആ റിയാക്ഷൻ പകുതി ആവുന്നതിന് എടുക്കുന്ന സമയമാണ് എന്താ ഹാഫ് ലൈഫ്. അപ്പോൾ നോക്കൂ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണെങ്കിൽ അല്ലെങ്കിൽ 100 മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ 50 മോൾസ് പെർ ലിറ്റർ ആവാൻ അവിടെ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി ആവും ടി ഹാഫിൽ ആ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വരിക എന്നുള്ള കാര്യമാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെ R ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, R0 ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ k ഇസ് ഈക്വൽ ടു 2.303/t half into log of R0 initial concentration divided by ആറിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? R0 ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറിന് പകരം R0 ഡിവൈഡഡ് ബൈ 2, കാരണം ഹാഫ് ലൈഫ് ആവുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി ആവും എന്നുള്ള കാര്യം ഓർമ്മിക്കാം. ഈ R0 കട്ട് ചെയ്തു പോയി. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു, നോക്കൂ ഈ 2 മോളിക്ക് പോയി. സോ വി ഗെറ്റ് log 2. log 2ൻ്റെ വാല്യൂ എത്രയാണ്? സോ വി നോ log 2 is 0.3
010 ആണ് കിട്ടിയത്. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ബൈ കെ ഉണ്ട്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു 0.3010 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. ഓ ടി ഹാഫ് ഇസ് ഈക്വൽ ടു നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ഈ നമ്പർ തന്നെ നല്ല രസമുണ്ട് അല്ലേ? 1 3 3 2 3 6 3 9 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. നോക്കൂ, ഇവിടെ ഹാഫ് ലൈഫ് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് ലൈഫ് പീരീഡ് എപ്പോഴും ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ടാണ് റിലേഷൻ കാണിക്കുക. നോക്കൂ, ഈ ഇക്വേഷൻ നോക്കൂ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി ഹാഫ് ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്? ഇക്വേഷനിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്താ മനസ്സിലാവുക? ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് പീരിയഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. നോക്കൂ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓർഡർ ആയപ്പോൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറോ ഓർഡർ ആയപ്പോൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓർഡർ ആയപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്നാണ്. അപ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അങ്ങനെ ചോദിക്കും. പിന്നെ എങ്ങനെ ചോദിക്കാം? ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. ഐഡൻറ്റിഫൈ ദ ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാവും? ദ ആൻസർ ഈസ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ എഴുതിയിടണം. അടുത്തതായി integrated rate expression for first order reaction occurring in gaseous state. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റുകളും എല്ലാം തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലാണെന്ന് കൺസിഡർ ചെയ്യൂ. ഗേഷ്യസ് സ്റ്റേറ്റിലായാൽ നമുക്കറിയാവുന്ന ചേഞ്ച്, നമ്മൾ കോൺസെൻട്രേഷൻ, നമ്മൾ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, കൺസിഡർ എ റിയാക്ഷൻ എ ഗ്യാസ് ഗീവ്സ് ബി ഗ്യാസ് പ്ലസ് സി ഗ്യാസ് എന്നെഴുതി. നോക്കൂ, ഇതിൽ consider the pressure of initial pressure of A as PI. Initial pressure of this reactant as PI ATM ആണ് at T is equal to 0 seconds. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ B 0 ATM, C 0 ATM ആണ്. ആഫ്റ്റർ T സെക്കൻഡ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ റിയാക്റ്റൻ്റ് എയുടെ എക്സ് മോൾസ് റിയാക്ട് ചെയ്ത് എക്സ് എ ടി എം പ്രഷർ എക്സ് എ ടി എമ്മോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ആഫ്റ്റർ ടി സെക്കൻഡ് എയുടെ പ്രഷർ എന്തായിട്ട് മാറി? പി ഐ മൈനസ് എക്സ് എ ടി എം ആയിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം ബി എക്സ് എ ടി എം ആയിട്ടും സി എക്സ് എ ടി എം ആയിട്ടും ഫോം ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇനീഷ്യൽ പ്രഷർ പി ഐ ആയിരുന്നു. ആഫ്റ്റർ ടി സെക്കൻഡ് അവിടെ ഉള്ളത് പി ഐ മൈനസ് എക്സ് എ ടി എം ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റുക? നമുക്ക് എഴുതാം കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ലോഗ് ഓഫ് പി ഐ ബൈ പി ഐ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം നമ്മളിവിടെ പ്രഷറാക്കി എഴുതി പി ഐ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് എക്സ് എന്ന് എഴുതി. നോക്കൂ, നമുക്ക് ഈ എക്സിനെ കൂടി പ്രഷറിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യാണ്. നോക്കൂ, ഇവിടെ ടി സെക്കൻഡ്സിന് ശേഷം അവിടെയുള്ള എല്ലാ എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? നമുക്കറിയാം പി ടോട്ടൽ ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഡാൾട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ആണ് വരുന്നത്. പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. സോ ഈ എക്സ് എക്സ് കട്ട് ചെയ്ത് പോവും. സോ നമുക്ക് കിട്ടും പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി ഐ പ്ലസ് എക്സ് എന്ന് കിട്ടി. ഓർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം പി ടോട്ടൽ മൈനസ് പി ഐ എന്നെഴുതി. പി ടോട്ടൽ മൈനസ് പി ഐ.
ഈ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചെയ്ത് നോക്കൂ. കെ ഇസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് എക്സ്. എക്സിന് പകരം നമ്മൾ ചെയ്തു പി ടോട്ടൽ മൈനസ് പി ഐ ചെയ്തിട്ടുണ്ട്. എക്സിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് എന്ത് കിട്ടും നോക്കൂ, ചെയ്ത് നോക്കൂ. നമുക്ക് കിട്ടും കെ ഇസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ 2pi മൈനസ് പി ടോട്ടൽ എന്ന് കിട്ടും. സോ കെ ഇസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ 2pi മൈനസ് പി ടോട്ടൽ എന്ന് കിട്ടും. ഇത് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റും എല്ലാം സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് ഈക്വൽ ആണ് എന്ന ഈക്വൽ ആയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇനി വ്യത്യാസമാകുമ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ നടക്കുന്ന റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനിലെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനാണ് നമ്മൾ പഠിച്ചത്. K is equal to 2.303/t into log of pi divided by 2pi minus p total ആണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് കുറച്ച് ഡെറിവേഷൻസാണ് പഠിച്ചത്. കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഡെറിവേഷൻ, അതിൻ്റെ ഹാഫ് ലൈഫ് ഡെറിവേഷൻ കൃത്യമായി എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ടേബിളിലാക്കി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യൂ, ടേബിൾ വരയ്ക്കൂ. ഒരു 3 കോളം വെച്ച് വരച്ചോളൂ. ഫസ്റ്റ് കോളം ഇങ്ങനെ എഴുതുക, സെക്കൻഡ് കോളം സീറോ ഓർഡർ, തേർഡ് കോളം ഫസ്റ്റ് ഓർഡർ. റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. ആർ ഗീവ്സ് പി, ഇവിടെ സീറോ ഓർഡർ ആണ്, ഇവിടെ ആർ ഗീവ്സ് പി ഫസ്റ്റ് ഓർഡർ ആണ്. ടേബിൾ വരച്ചില്ലേ? എന്നിട്ട് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തത് റേറ്റ് ലോ എഴുതണം. റേറ്റ് ലോൻ്റെ വേറൊരു പേരാണ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ റേറ്റ് ഇക്വേഷൻ, സീറോ ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ എന്തെഴുതുക? റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ എന്നെഴുതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു കെ. അതേസമയം ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? നമ്മൾ എഴുതി റേറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R എന്നെഴുതി. ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. R ഇസ് ഈക്വൽ ടു K ഇൻറ്റു R. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ റേറ്റ് ലോ, റേറ്റ് എക്സ്പ്രഷൻ. ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. എങ്ങനെയാണ് ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതാം? സോ വി ക്യാൻ റൈറ്റ് ഈ റേറ്റിന് പകരം മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ എന്നെഴുതി. നിങ്ങൾ ഒപ്പം എഴുതി പോരണേ. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ എഴുതിയത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എന്താ എഴുതിയത്? എഴുതി നോക്കൂ. മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി കെ ഇൻറ്റു ആർ എന്ന് കിട്ടി. ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എഴുതിയിട്ടുണ്ടായിരിക്കും. വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതണം. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എപ്പോഴും കെയുടെ ടേമിലാണ്. കെ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? ഓർമ്മയില്ലേ? ഓർത്തെഴുതിക്കോളൂ. സോ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആർ നോട്ട് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി എന്നെഴുതി. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് ഓഫ് ആർ നോട്ട് ഡിവൈഡഡ് ബൈ ആർ എന്നെഴുതി. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ രണ്ടിൻ്റെയും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഹാഫ് ലൈഫ് പീരീഡാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആർ നോട്ട് ഡിവൈഡഡ് ബൈ 2k ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇവിടെ എന്തായിരുന്നു? നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടിയത് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ എന്നാണ് കിട്ടിയത്. 0.693 ഡിവൈഡഡ് ബൈ കെ എന്നാണ് കിട്ടിയത്. നോക്കൂ, അടുത്ത് നമ്മൾ യൂണിറ്റ് ഓഫ് കെ ആണ്. എന്തായിരുന്നു സീറോ ഓർഡർ റിയാക്ഷൻ്റെ
റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്തായിരുന്നു? നമുക്ക് എഴുതാം, റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ് മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് റേറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. സോ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതേസമയം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്തായിരുന്നു? അത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം സെക്കൻഡ് ഇൻവേഴ്സ് ആണെന്നറിയാം. ഇനി അടുത്തത് എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അത് നിങ്ങൾ പഠിച്ച് ഞാൻ പറഞ്ഞത് തന്നെയാണ്. എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ അമോണിയത്തിൻ്റെ ഡിക്കമ്പോസിഷൻ in presence of platinum catalyst ആണ്. at high temperature and high pressure is a zero order reaction. അതുപോലെ decomposition of HI on gold surface. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സീറോ ഓർഡർ റിയാക്ഷൻ ആവാൻ കാരണം? നമ്മളൊരു പ്ലാറ്റിനം സർഫസിൻ്റെ മുകളിൽ അമോണിയ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മാക്സിമം അമോണിയ ഈ പ്ലാറ്റിനത്തിൻ്റെ മുകളിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എത്ര അമോണിയയുടെ കോൺസെൻട്രേഷൻ കൊടുത്താലും അവിടെ റേറ്റിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് സീറോ ഓർഡർ റിയാക്ഷൻ ആവാൻ കാരണം. ഞാൻ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ ഡീകെ, നമ്മുടെ എലമെൻസിൻ്റെ ഡീകെ, റേഡിയോ ആക്റ്റീവ് ഡീകെ എപ്പോഴും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുമെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നേച്ചുറൽ ആണെങ്കിലും റേഡിയോ ആക്റ്റീവ് ഡീകെ എപ്പോഴും ഫസ്റ്റ് ഓർഡർ ആണ്. ഫോർ എക്സാമ്പിൾ റേഡിയം 22688 gives Rn 22286 പ്ലസ് ഹീലിയം മോളിക്യൂൾ 42. ഈ റിയാക്ഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റേഡിയം. സോ ഇത് ചോദിക്കും ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നേച്ചുറൽ ഡീകെ ഓഫ് എലമെൻറ്റ്സ് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ദിസ് എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കൂടുതൽ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഓർമ്മിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഇത്ര കൃത്യമായിട്ട് ഈ ടേബിള് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. നോക്കൂ, നമ്മൾ ഹാഫ് ലൈഫ് പീരീഡിനെ പറ്റി പഠിച്ചു. ഹാഫ് ലൈഫ് എന്താ നമുക്കറിയാം. നോക്കൂ, സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. A0 raised to 0 ജസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു nth ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? നോക്കൂ, ഇത് ഷോർട്ടാക്കി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. nth ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 - n. നന്നായിട്ട് ഓർത്തു വെക്കുക. ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 - n. നിങ്ങൾ ഏത് ഓർഡറാണ്? ഇപ്പോൾ നോക്കൂ, സീറോ ഓർഡറാണ് എങ്കിൽ എന്നിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A0 എന്ന് കിട്ടി. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എന്നിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ജനറൽ ആയിട്ട് ഇത് പഠിച്ചു വെച്ചാൽ മതി. ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 - n എന്ന് പഠിച്ചു വയ്ക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. The half-life period of a first order reaction is 20 seconds. How much time will it take to complete 90% of the reaction? അപ്പോൾ നോക്കൂ, ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ആദ്യം എഴുതി. ടി ഹാഫ് ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതി 20 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഹാഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. K is equal to 0.693 divided by 20 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കിട്ടും. ദ വാല്യൂ ഈസ് 0.3465. എന്താ യൂണിറ്റ് വരിക? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ യൂണിറ്റ് ഈസ് സെക്കൻഡ് ഇൻവേഴ്സ്. ചെയ്ത് നോക്കണേ. 0.3465 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. ഇനി എന്ത് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 90% ഓഫ് ദ റിയാക്ഷൻ?
ആ റിയാക്ഷൻ 90% കംപ്ലീറ്റ് ആയി, അതിനെടുത്ത സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും 100 എന്ന് എടുക്കണം. അതുപോലെ 90% ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് എത്രയുണ്ട്? R എത്രയായിരിക്കും? R = 10 എന്നെടുക്കണം. അതാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം, നമ്മളോട് കാണാൻ പറഞ്ഞ ഹൗ മച്ച് ടൈം എന്നുള്ളതാണ്. സോ വി ഹാവ് K = 2.303/T × log of R0 / R. ആ ഇക്വേഷൻ എഴുതാം. സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം T എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. T = നമുക്ക് എഴുതാം 2.303 / Kയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.3465 എന്ന് കിട്ടിയിട്ടുണ്ട്. ലോഗ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് R0 എപ്പോഴും പെർസെൻറ്റേജ് തന്നാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 എന്നെടുക്കാം. 100 / 10 ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 66.46 സെക്കൻഡ്സ് ആണ്. 66.46 സെക്കൻഡ്സ് എന്ന് കിട്ടും. പ്രോബ്ലം ഇത് പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി മനസ്സിലാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം.